ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇരമ്യാവ് 29:11 അത് സത്യവേദ പുസ്തകത്തിലാണ് ഏറ്റവും കറക്റ്റായ തർജ്ജിമ അതിനുള്ളത്. അതിങ്ങനെ എഴുതുന്നത്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായിട്ടുള്ളതല്ല, നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ അതിൻ്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം എന്നാണ് ജെറമ്യ 29:11. ഇരമ്യാവ് 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. അതായത് ശുഭഭാവി വരുമെന്ന് പ്രത്യാശിക്കുന്നവർക്ക് ദൈവം ശുഭഭാവി കൊടുക്കും. കഷ്ടത പ്രസംഗിക്കുന്നവനും പോയിരുന്ന് കുത്തിയിരുന്ന് കേൾക്കുന്നവനും ഇഷ്ടം പോലെ ഇരുന്ന് ആസ്വദിക്കുന്നവനും ദൈവം ആവശ്യം പോലെ കഷ്ടം കൊടുക്കും എന്നാണ് ഞാനിപ്പോൾ അനുഭവത്തിൽ നിന്ന് കാണുന്നത്. പോയിരുന്ന് കുത്തിയിരുന്ന് കഷ്ടത പ്രസംഗിക്കുകയും കഷ്ടത കേൾക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവം അത് മാറ്റുകയല്ലെന്ന് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഈ കാണുന്നവരോടെല്ലാം അസൂയയായി മാറും. അങ്ങനെ പലരും എനിക്കറിയാം. ഈ കഷ്ടത മാത്രം പ്രസംഗിക്കുന്നവർ, അവർ ഇൻ്റർനെറ്റിൽ കയറിയിട്ട് ഈ കഷ്ടതയുടെ പ്രസംഗങ്ങൾ മാത്രം എടുത്ത് കേൾക്കുന്നവർക്ക് അങ്ങ് അടിച്ചു വിടും. കുറച്ച് പേര് വന്നിരുന്ന് കുത്തിയിരുന്നത് കേൾക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് വേണ്ടിയെന്ന് ചോദിച്ചാൽ, ഈ പ്രസംഗകൻ്റെ ജീവിതത്തിൽ നിന്ന് കഷ്ടം ഒരിക്കലും മാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങേർക്കും ഒരു ഭാവിയില്ല, മക്കൾക്കും ഒരു ഭാവിയില്ല, എന്നും ഈ കഷ്ടം മാത്രം. ഈ ശുശ്രൂഷയിലേക്ക് വരുന്നവർ നല്ലൊരു ശതമാനവും കഷ്ടത്തിൽ കൂടെയാണ് വരുന്നത്. ആദ്യകാലത്തൊക്കെ ഒരു വീട്ടിൽ കയറി പാട്ട് പാടി പ്രസംഗിച്ച് ചിലപ്പോൾ ആ വീട്ടിൽ നിന്നൊരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ വല്ല ചണ്ടക്കപ്പയോ എന്നേലുമൊക്കെ കിട്ടി, അതുമൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് തിന്നും കുടിച്ചും ഒക്കെ നടന്ന ഒരു ശുശ്രൂഷകരുടെ ഒരു കാലഘട്ടം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ആദ്യകാല ശുശ്രൂഷകരുണ്ടായിരുന്നു ഈ റാന്നി, പത്തനംതിട്ട, തിരുവല്ല, കോന്നി ഈ ഭാഗത്തു നിന്നൊക്കെ. പക്ഷേ ഇന്ന് അവരുടെ തലമുറകളൊക്കെ വലിയ സാമ്പത്തിക സാഹചര്യത്തിലേക്ക് ദൈവം വളർത്തി എന്ന് പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? അവരുടെ കഷ്ടതകളിൽ അവർ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ കഷ്ടത മാറ്റി സമൃദ്ധി നൽകി. വചനം അങ്ങനെ തന്നെ ഉണ്ട്. സങ്കീർത്തനം 55:16-17 ഇങ്ങനെ വായിക്കുന്നു: ഞാനോ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. വൈകിട്ടും രാവിലെയും ഉച്ചയ്ക്കും ഞാൻ കഷ്ടതയാൽ നിലവിളിക്കുന്നു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു. ഞാനോ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. വൈകിട്ടും രാവിലെ ഉച്ചയ്ക്കും ഞാൻ കഷ്ടതയാൽ നിലവിളിക്കുന്നു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, വേറൊരു വർഷം പറയുകയാണെങ്കിൽ, സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും, അവൻ എന്നെ വിടുവിക്കും. സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും, അവൻ എന്നെ വിടുവിക്കും. ഈ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഒരു നിശ്ചിത സമയത്തെ കരച്ചിൽ കഴിയുമ്പം വിടുവിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്ന് പറയുന്നതിന് എന്താണ് കാര്യം? എന്താണ് അർത്ഥം? പക്ഷേ വിടുവിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ദൈവം വിടുവിക്കുമ്പോൾ ഞെരുക്കങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും, സമൃദ്ധി ഉണ്ടാകും. അപ്പോൾ ചില പ്രസംഗർക്ക് മാത്രമേ അതിനകത്ത് വിഷയമുള്ളൂ, പക്ഷെ അവർക്ക് അനുഭവിക്കുന്നതിന് വിരോധമില്ല താനും. അപ്പോൾ ഈ വിടുവിക്കാനുള്ള കണ്ടീഷൻ എന്താണെന്ന് സങ്കീർത്തനം 50:5 പറയുന്നു: യാഗം കഴിച്ച് എന്നോട് ഉടമ്പടി ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ച് എന്നോട് ഉടമ്പടി ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ചെന്ന് എഴുതിയേക്കുന്നത്. യാഗം എന്ത്? അത് ഹോശേയയുടെ പുസ്തകത്തിലാണ് അത് കൃത്യമായിട്ട് കിടക്കുന്നത്. ഹോശേയയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: അനുതാപ വാക്യങ്ങളുമായി യഹോവയുടെ അടുക്കൽ മടങ്ങിപ്പോയി യഹോവയോട് പറയുക, ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളുടെ അധരഫലം അർപ്പിക്കേണ്ടതിന് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അശ്ശൂർ ഞങ്ങളെ രക്ഷിക്കയില്ല, യുദ്ധക്കുതിരകളുടെ മേൽ ഞങ്ങൾ കയറി ഓടിക്കയില്ല. ഞങ്ങളുടെ സ്വന്തം കൈപ്പണിയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് ഞങ്ങൾ ഇനി ഒരിക്കലും പറയുകയില്ല. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കും എന്നാണ് ആ വാക്യത്തിൽ എഴുതിയേക്കുന്നത്. സത്യവേദ പുസ്തകം എഴുതിയേക്കുന്നത് അതരാർപ്പണമായ കാളകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ചുണ്ടിൽ കാളയുണ്ട്,
യേശുവെ സ്തോത്രം എന്ന് പറയുമ്പോൾ ഒരു കാളയെ വെട്ടി, അടുത്ത കാളയെ വെട്ടി, അടുത്ത സ്തോത്രം പറയുമ്പോൾ അടുത്ത കാളയെ വെട്ടി, അങ്ങനെ അനുതാപവാക്യങ്ങളുമായി, ഇവിടെ അങ്ങനെ എഴുതിയേക്കുന്ന അനുതാപവാക്യങ്ങളുമായി യഹോവയുടെ അടുക്കൽ മടങ്ങിപ്പോയി യഹോവയോട് പറയുക. ഇനി അനുതാപവാക്യങ്ങൾ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വിലാപങ്ങളുടെ പുസ്തകത്തിലാണ് ഈ അനുതാപവാക്യങ്ങൾ കൂടുതലും കിടക്കുന്നത്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8, 9, 10 പിന്നെ അങ്ങോട്ട് അത് 25 വരെയും കൃത്യമായിട്ടും അനുതാപവാക്യങ്ങളാണ് കിടക്കുന്നത്. അതിൽ 1-2 വാക്യങ്ങൾ വായിക്കാം. സഹായത്തിനായി ഞാൻ നിലവിളിച്ചു, കരഞ്ഞാലും അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയെ നിഷേധിക്കുന്നു. അവിടുന്ന് പാറക്കെട്ടുകളാൽ എൻ്റെ വഴി അടച്ചു, എൻ്റെ പാതകളെ അവിടുന്ന് വികലമാക്കിയിരിക്കുന്നു. ഇരയ്ക്കായി പതുങ്ങിക്കിടക്കുന്ന കരടിയെപ്പോലെ, ഒളിവിടങ്ങളിലെ സിംഹത്തെപ്പോലെ അവിടുന്ന് എന്നെ വഴിയിൽ നിന്ന് വലിച്ചിഴച്ച് എന്നെ കടിച്ചു കീറി നിസ്സഹായനായി എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവിടുത്തെ ശരമെടുത്ത് അവിടുത്തെ അമ്പുകൾക്ക് എന്നെ ലക്ഷ്യമാക്കിയിരിക്കുന്നു. അവിടുത്തെ ആവനാഴി എന്നുള്ള അമ്പുകളാൽ അവിടുന്ന് എൻ്റെ ഹൃദയത്തെ കുത്തിത്തുളച്ചു. ഞാൻ എൻ്റെ എല്ലാ ജനങ്ങൾക്കും പരിഹാസ വിഷയമായി, ദിവസം മുഴുവൻ ഞാൻ അവർക്ക് പാട്ടായിരിക്കുന്നു. ഇങ്ങനെ ദൈവത്തോട് പറയുക, ദൈവമേ ഞാൻ കടന്നു പോകുന്ന ഈ വിഷയത്തിലെല്ലാം കർത്താവേ ഞാൻ നിൻ്റെ കൂടെ ആയിട്ടും എനിക്കിതെല്ലാം പ്രശ്നമാണ്. എന്നിട്ട് എൻ്റെ 25-ാമത്തെ വാക്യം പറയുന്നു, ഇതെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് 24-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എന്നോട് തന്നെ, യഹോവ എൻ്റെ ഓഹരി, അതുകൊണ്ട് ഞാൻ അവിടുത്തെ തന്നെ കാത്തിരിക്കുമെന്ന് പറയുന്നു. 25-ാമത്തെ വാക്യം പറയുന്നു, തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നതിനും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി ക്ഷമയോടെ കാത്തിരിക്കുന്നത് നല്ലത്. അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഈ വിലാപങ്ങളുടെ പുസ്തകമൊക്കെ, അതിൻ്റെ വായനകളൊക്കെ ഒരു വിലാപങ്ങൾ വായിക്കുന്നത് പോലെ വിലാപത്തിൻ്റെ രീതിയിൽ ഇരമ്യാവിൻ്റെ പുസ്തകം, ഈ ഇരമ്യാവ് തന്നെ എഴുതിയതാണ് ഈ വിലാപങ്ങൾ. അതിൻ്റെ 36-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അതിനാൽ നീ പോയി എൻ്റെ നിർദ്ദേശപ്രകാരം നീ എഴുതിയിരിക്കുന്ന വചനങ്ങളെല്ലാം യഹോവയുടെ ആലയത്തിലുള്ള ജനങ്ങൾക്കൊക്കെ ഒരു ഉപവാസ ദിവസത്തിൽ വായിക്കുക. താന്താങ്ങളുടെ പട്ടണത്തിൽ നിന്ന് വരുന്ന സകല യഹൂദ ജനങ്ങളും കേൾക്കേ, നീ അത് വായിച്ച് കേൾപ്പിക്കണം. അപ്പോൾ ഈ വ്യവസ്ഥകൾ, ഈ വിലാപങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത് ദൈവത്തിന് ഈ വിലാപം കേൾക്കുന്നത് ഇഷ്ടമല്ല. മക്കളല്ലേ, മക്കളിരുന്ന് പഞ്ഞം പറഞ്ഞിരുന്ന് കരയുന്നതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ ഇരുന്ന് കരയാൻ മനുഷ്യന് പറ്റുന്നെങ്കിൽ ഒരു ഉപവാസം പ്രഖ്യാപിച്ചിട്ട് ഉപവാസത്തിൻ്റെ അന്ന് ഇതുപോലെ വിഷയങ്ങൾ ദൈവത്തോടിരുന്ന് കരയുകയും പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, സങ്കീർത്തനം 50-ാം അധ്യായത്തിനകത്ത് പറയുന്നത് നമ്മൾ വായിച്ചല്ലോ, 55-ന്റെ 16, 17 വായിച്ചു. ഞാനോ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കും, വൈകിട്ടും രാവിലെയും ഉച്ചയ്ക്കും ഞാൻ കഷ്ടതയാൽ നിലവിളിക്കുന്നു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു. അതായത് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞാൽ മനസ്സലിവുള്ള ഒരു ദൈവം. ഇരമ്യാവ് 29-11 പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപണങ്ങൾ ഇന്നെന്ന് ഞാൻ അറിയുന്നു. അവ നിങ്ങളുടെ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് കേരളത്തിൽ, ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആദ്യകാല പിതാക്കന്മാർ ഈ ഒരു അവസ്ഥയെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ചവരാ. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. ഞാനീ പറയുന്ന കാര്യം അടിസ്ഥാനപരമായിട്ട് ഉണ്ടായ ചരിത്രമാണ്. ഈ തിരുവല്ലയും ചെങ്ങന്നൂരും കോന്നിയിലും റാന്നിയിലും പത്തനംതിട്ടയിലും, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വിശ്വാസികൾ എന്ന് പറയുന്നവരാളുകൾ കൂടുതലുള്ള സ്ഥലത്തൊക്കെ ഉള്ളവരുടെ പിതാക്കന്മാർ, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു, ദൈവത്തെ സാഷ്ടാംഗം പ്രണമിച്ചു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് തിരുവത്താഴം എടുത്തു. അവർ യോഗ്യമായിട്ട് ദൈവത്തിൻ്റെ സന്നിധി നിന്ന് സങ്കടം ബോധിപ്പിച്ച് കരയുകയൊക്കെ ചെയ്തപ്പോൾ ദൈവം അവരെ വിടുവിച്ചു. അതാണ് യാഥാർത്ഥ്യം. ഞാൻ നിശ്ചയമായിട്ടും മനസ്സിലാക്കുന്നു, ആദ്യകാല പിതാക്കന്മാർ ഒരു 80 വയസ്സ് 90 വയസ്സൊക്കെ ഉള്ളവർ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കാൻ നമുക്ക് മനസ്സാകുമെങ്കിൽ, നമ്മളീ പ്രസംഗകർ പറയുന്ന പല കാര്യങ്ങളും പോലെയൊന്നും അല്ല ഈ ആദ്യകാല പിതാക്കന്മാർ. ഞാൻ ഈ അടുത്ത കാലത്ത് ഹൈറേഞ്ചിൽ ഒരു സഭയിൽ ചെല്ലുമ്പോൾ 94 വയസ്സുള്ളൊരു അപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചൻ ഈയിടെ മരിച്ചുപോയി. ആ അപ്പച്ചൻ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യമേ സഭയ്ക്കകത്ത് പായലോട്ട് സാഷ്ടാംഗം വീണ് ദൈവത്തിന് നമസ്കാരം അർപ്പിച്ചിട്ട് അപ്പച്ചൻ എഴുന്നേക്കുന്നത്. അപ്പച്ചൻ എന്നിട്ട് പറയുക, എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം വളരെ ഞെരുക്കത്തിലും പ്രയാസത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്നു.
എന്നാൽ ആ അവസ്ഥയിൽ നിന്നെല്ലാം ഘട്ടമായിട്ട് ദൈവം എന്നെ വിടുവിച്ചു, എൻ്റെ കുടുംബത്തെ വിടുവിച്ചു, മക്കളെ വിടുവിച്ചു, മക്കളെ വിടുവിച്ചു, കൊച്ചുമക്കളെ വിടുവിച്ചു, 4-ാം തലമുറയെ വരെ കാണാൻ എനിക്ക് പറ്റി എന്നെല്ലാം പറഞ്ഞ്, അതോ എപ്പോൾ കയറി വന്നാലും ആ അപ്പച്ചൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു 90 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരോടൊക്കെ സംസാരിക്കാൻ നമുക്ക് തയ്യാറാകുന്നെങ്കിൽ അവരിതിൻ്റെ ആദ്യകാല ചരിത്രങ്ങൾ പറയും. ഇന്നത്തെ DJ പാർട്ടി പോലെയൊന്നും അല്ല അവർ. ഞാൻ പറയുന്നത് ഇന്നത്തെ പാട്ടും കൂത്തും ഒക്കെ DJ പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. സഭകളിൽ അന്ന് അങ്ങനെ ആരാധന ഉണ്ടായിരുന്നു. അവർ ദൈവത്തെ വീണ് നമസ്കരിച്ചപ്പോൾ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവത്തിൻ്റെ വിടുവിക്കലിനുള്ള കണ്ടീഷൻ എന്തെന്ന് വചനത്തിൽ നിന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറി അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ എഴുന്നേൽക്കുവാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ, പ്രയാസങ്ങളുടെ ഈ കാലഘട്ടത്തിൽ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടും കൂത്തും ബഹളവും കർത്താവെ വചനവിരുദ്ധമായ പദ്ധതികളും എല്ലാം മാറി യഥാർത്ഥത്തിൽ ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് മുന്നേറുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.